സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ജൂലൈ 2025 ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് പരീക്ഷകൾക്കുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2025 ജൂലൈ വിജ്ഞാപന പ്രകാരം തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് മേഖലകളിലെ വിവിധ ജില്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വച്ച് നടത്തുവാൻ നിശ്ചയിച്ചിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റൽ പരീക്ഷകൾക്ക് ഓൺലൈൻ മുഖേന അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു. അപേക്ഷകൾ 2025 ഓഗസ്റ്റ് 6 രാത്രി 12 മണി വരെ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത സമയത്തിന് മുൻപ് തന്നെ പേയ്മെൻറ്റ് സംവിധാനം ഉപയോഗിച്ച് ഫീസ് അടയ്ക്കുന്നതിനും അപേക്ഷ സമർപ്പിക്കുന്നതിനും പരീക്ഷാർത്ഥികൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓൺലൈൻ മുഖേന അല്ലാതെയുള്ള അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം പരീക്ഷാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. മുൻ പരീക്ഷകൾക്ക് ഓൺലൈനായി അപേക്ഷിക്കുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പരീക്ഷാർത്ഥികൾ ഒരു കാരണവശാലും വീണ്ടും രജിസ്റ്റർ ചെയ്യുവാനോ ഒന്നിൽ കൂടുതൽ പ്രൊഫൈൽ നിലനിർത്തുവാനോ പാടുള്ളതല്ല. അവർ പ്രസ്തുത രജിസ്ട്രേഷനിലൂടെ മാത്രം ഓൺലൈനായി അപേക്ഷിക്കേണ്ടതാണ്. സർവീസിലുള്ള കാഴ്ച പരിമിതരായ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന വാചാ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുവാൻ പ്രത്യേക വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതാണ്. ആയതിനാൽ കാഴ്ച പരിമിതരായ പരീക്ഷാർത്ഥികൾ ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കേണ്ടതില്ല. പരീക്ഷാർത്ഥികൾ വിജ്ഞാപനം വ്യക്തമായി വായിച്ചതിന് ശേഷം മാത്രമേ അപേക്ഷ സമർപ്പിക്കാവൂ. വിജ്ഞാപന പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാതെയുള്ള അപേക്ഷകൾ അയോഗ്യമാക്കപ്പെടുന്നതാണ്. OMR ഓൺലൈനായി നടക്കുന്ന വകുപ്പ് തല പരീക്ഷയുടെ ചോദ്യപേപ്പറുകളിൽ ഇംഗ്ലീഷിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മലയാള പരിഭാഷ കൂടി ഉൾപ്പെടുത്തുന്നതാണ്. സെക്കൻഡ് ക്ലാസ് ലാംഗ്വേജ് ടെസ്റ്റ് ഇൻ മലയാളം, മൈനോറിറ്റി ലാംഗ്വേജ് ടെസ്റ്റ്, മലയാളം ലാംഗ്വേജ് ടെസ്റ്റ് എന്നിവ വിവരണാത്മക രീതിയിലും വകുപ്പ് തല പരീക്ഷയുടെ ബാക്കിയുള്ള എല്ലാ ടെസ്റ്റുകളും 2022 ജൂലൈ മുതൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് രീതിയിലുമാണ് പരീക്ഷ നടത്തുന്നത്. 2012 ജനുവരി മുതൽ ആൽഫ കോഡ് ബാധകമായിട്ടുള്ള ഓൺലൈൻ OMR പരീക്ഷയാണ് നടത്തുന്നത്. ഓരോ പേപ്പറിൻ്റെയും പരമാവധി മാർക്ക് 100 വിജയിക്കുന്നതിനുള്ള മിനിമം മാർക്ക് 40%. നെഗറ്റീവ് മാർക്ക് ബാധകമാണ്. ഓരോ ശരിയുത്തരത്തിനും 1 മാർക്ക് ലഭിക്കുകയും ഓരോ തെറ്റുത്തരത്തിനും 1/3 മാർക്ക് നഷ്ടമാവുകയും ചെയ്യും. വകുപ്പ് തല പരീക്ഷകൾക്ക് നിലവിലുള്ള വിത്ത് ബുക്സ് വിത്തൗട്ട് ബുക്സ് രീതി തുടരുന്നതാണ്. ഈ വിജ്ഞാപന പ്രകാരം വിവരണാത്മക പരീക്ഷകളും പ്രായോഗിക പരീക്ഷകളും ഒഴികെയുള്ള പരീക്ഷകൾ ഓൺലൈൻ OMR പരീക്ഷകളായാണ് നടത്തുന്നത്. പരീക്ഷകൾ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ 3 മേഖലകളിലായി നടത്തുവാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതാത് മേഖലകളിലെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ ലഭ്യതയ്ക്കനുസൃതമായി പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നതാണ്. വിവിധ മേഖലകളിൽ ഉൾപ്പെടുന്ന ജില്ലകൾ ചുവടെ ചേർക്കുന്നു. തിരുവനന്തപുരം മേഖല: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾ. എറണാകുളം മേഖല: കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് മേഖലകൾ. കോഴിക്കോട് മേഖല: മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ. പരീക്ഷാർത്ഥികൾക്ക് അതാത് മേഖലകളിൽ ഉൾപ്പെടുന്ന ജില്ലകൾ മുൻഗണനാ ക്രമത്തിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ലക്ഷദ്വീപിലെ പരീക്ഷാർത്ഥികൾക്ക് കോഴിക്കോട്, എറണാകുളം മേഖലകളിലേക്ക് ഓൺലൈൻ OMR പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. KSR പാർട്ട് ഫസ്റ്റ് റൂൾ 12(7) നോട്ട് 2 പ്രകാരം നിർബന്ധിത വകുപ്പ് തല പരീക്ഷയിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക് പരീക്ഷാ ദിവസം അല്ലെങ്കിൽ ദിവസങ്ങൾ പ്രസ്തുത പരീക്ഷാ കേന്ദ്രത്തിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്ക് ആവശ്യമായ സമയം ഉൾപ്പെടെ ഡ്യൂട്ടിയായി പരിഗണിക്കുവാൻ വ്യവസ്ഥയുണ്ട്. KSR പാർട്ട് സെക്കൻഡ് റൂൾ 77 മുതൽ 79 പ്രകാരം വകുപ്പ് തല പരീക്ഷയിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക് അർഹമായ യാത്രാഭത്ത അനുവദിക്കുന്നതാണ്. 3.2 വകുപ്പ് തല പരീക്ഷയിൽ അപേക്ഷിക്കുന്നതിന് മുൻപായി പരീക്ഷാർത്ഥികൾ ഓൺലൈനായി ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ സമയത്ത് ഓരോ പരീക്ഷാർത്ഥിയും തങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങളായ ജനനത്തീയതി, മേൽവിലാസം, ഔദ്യോഗിക പദവി, ഔദ്യോഗിക മേൽവിലാസം മുതലായവ നൽകുന്നതോടൊപ്പം നിർദ്ദേശിക്കപ്പെട്ട രീതിയിൽ തങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. തുടർന്ന് ഒരു യൂസർ ID ലഭിക്കുന്നതാണ്. പരീക്ഷാർത്ഥികൾക്ക് തന്നെ പാസ്വേഡും യൂസർ IDയും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവ രണ്ടും രഹസ്യമായി സൂക്ഷിക്കേണ്ടതും അപേക്ഷയിലൂടെ നൽകുന്ന വ്യക്തി വിവരങ്ങൾ ശരിയാണെന്ന്
ഉറപ്പുവരുത്തേണ്ടതും പരീക്ഷാർത്ഥികളുടെ ചുമതലയാണ്. ഒരു പരീക്ഷാർത്ഥി യാതൊരു കാരണവശാലും ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പ്രൊഫൈൽ സൃഷ്ടിക്കാൻ പാടില്ല. പ്രൊഫൈലിൽ ആധാർ കാർഡിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പ്രൊഫൈൽ സൃഷ്ടിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പരീക്ഷാർത്ഥിത്വം റദ്ദാക്കുന്നതും അവർക്കെതിരെ ഉചിതമായ അച്ചടക്ക നടപടികൾ കമ്മീഷൻ സ്വീകരിക്കുന്നതുമാണ്. തങ്ങളുടെ യൂസർ ID അല്ലെങ്കിൽ പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ഓരോ പ്രാവശ്യവും അപേക്ഷ ക്ഷണിക്കുന്ന മുറയ്ക്ക് പരീക്ഷാർത്ഥികൾക്ക് വകുപ്പ് തല പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ പരീക്ഷാർത്ഥി ഒറ്റ പ്രൊഫൈൽ തന്നെ ഉപയോഗിക്കേണ്ടതാണ്. ഒറ്റ പ്രൊഫൈലിൽ നിന്നും ഏത് വകുപ്പ് തല പരീക്ഷയ്ക്കും അപേക്ഷിക്കുവാൻ കഴിയുന്നതാണ്. രജിസ്ട്രേഷന് ഉപയോഗിക്കേണ്ട ഫോട്ടോയുടെ സവിശേഷതകൾ. പുതുതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന പരീക്ഷാർത്ഥികൾ ആദ്യമായി വകുപ്പ് തല പരീക്ഷയ്ക്ക് ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നവർ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് 6 മാസത്തിനകം എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ 10 വർഷ കാലത്തേക്ക് പ്രാബല്യമുണ്ടായിരിക്കും. നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പരീക്ഷാർത്ഥികൾ 10 വർഷ കാലാവധി അധികരിച്ച ഫോട്ടോകൾക്ക് പകരം പുതിയ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷകൻ്റെ പേരും ഫോട്ടോ എടുത്ത തീയതിയും ഫോട്ടോയിൽ പ്രിൻ്റ് ചെയ്യുകയോ മറ്റു വിധത്തിൽ രേഖപ്പെടുത്തുകയോ ചെയ്തിരിക്കണം. വകുപ്പ് തല പരീക്ഷാ പ്രൊഫൈലിലെ പേരും ഫോട്ടോയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരും ഒന്നായിരിക്കണം. പരീക്ഷാർത്ഥിയുടെ മുഖവും തോൾഭാഗവും വ്യക്തമായി പതിഞ്ഞിരിക്കത്തക്ക വിധത്തിലുള്ള കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ പാസ്പോർട്ട് 200 പിക്സൽ ഉയരവും 150 പിക്സൽ വീതിയുമുള്ളതും JPG ഫോർമാറ്റിലുള്ളതും 30 KB ഫയൽ സൈഡിൽ അധികരിക്കാത്തതുമായ ഇമേജുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്രകാരമല്ലാത്ത ഇമേജുകൾ നിരുപാധികം നിരസിക്കപ്പെടുന്നതാണ്. വെളുത്തതോ ഇളം നിറത്തിലോ ഉള്ള പശ്ചാത്തലത്തിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം. ഫോട്ടോയിലുള്ള വ്യക്തിയെ തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിൽ പശ്ചാത്തലം പ്ലെയിൻ ആയിരിക്കണം. മുഖം നേരെയും പൂർണ്ണമായും ഫോട്ടോയുടെ മധ്യഭാഗത്ത് പതിഞ്ഞിരിക്കണം. കണ്ണുകൾ വ്യക്തമായി കാണത്തക്ക വിധത്തിലായിരിക്കണം. തൊപ്പി. മതാചാരത്തിൻ്റെ ഭാഗമായുള്ള തൊപ്പി അല്ലെങ്കിൽ ശിരോവസ്ത്രം എന്നിവയൊഴിച്ച് ഗോഗിൾസ് എന്നിവ ധരിച്ച് എടുത്തതോ മുഖത്തിൻ്റെ ഒരു വശം മാത്രം കാണത്തക്ക വിധത്തിലുള്ളതോ മുഖം വ്യക്തമല്ലാത്തതോ ആയ ഫോട്ടോകൾ എന്നിവ ഉപയോഗിക്കുവാൻ പാടില്ല. മൊബൈൽ ഫോൺ, വെബ് ക്യാം എന്നിവ ഉപയോഗിച്ച് എടുക്കുന്ന ഫോട്ടോയും പൊളാറോയിഡ് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഫോട്ടോ എന്നിവയും സ്വീകരിക്കുന്നതല്ല. ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിച്ചെടുത്ത ഫോട്ടോ ആയിരിക്കണം. ആദ്യഘട്ടത്തിൽ രജിസ്ട്രേഷൻ നടത്തിയപ്പോൾ പഴയ മാതൃകയിലുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്തവർ ഇനി പരീക്ഷ എഴുതുന്നതിന് അപേക്ഷിക്കുമ്പോൾ പുതിയ മാതൃകയിലുള്ള ഫോട്ടോ അവസാന തീയതിക്ക് മുമ്പ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. 1 മുതൽ 10 വരെയുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഫോട്ടോ ഉള്ള അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. വകുപ്പ് തല പരീക്ഷയ്ക്ക് ഓൺലൈൻ അപേക്ഷകൾ ആദ്യമായി ക്ഷണിച്ച 2011 ജനുവരിക്ക് മുമ്പായി ഒരു പാർട്ടിൻ്റെ പേപ്പറുകൾ ഭാഗികമായി ജയിച്ചിട്ടുള്ളവർ ശേഷിക്കുന്ന പേപ്പറുകൾക്കും സർട്ടിഫിക്കറ്റിനും ഫീസ് ഒടുക്കി ഓൺലൈൻ മുഖേന അപേക്ഷിക്കേണ്ടതാണ്. 2011 ജനുവരി മുതൽ സർട്ടിഫിക്കറ്റ് ഫീസ് ഒടുക്കുകയും എന്നാൽ പരീക്ഷ തോൽക്കുകയും ചെയ്തവർ വീണ്ടും സർട്ടിഫിക്കറ്റ് ഫീസ് ഒടുക്കേണ്ടതില്ല. 2011 ജനുവരിയിലെ വകുപ്പ് തല പരീക്ഷ മുതൽ അപേക്ഷിക്കുകയും വിവിധ കാരണങ്ങളാൽ അപേക്ഷ നിരസിക്കപ്പെടുകയും പേപ്പർ ഡിസലൗ ആവുകയോ ചെയ്തിട്ടുള്ളവരും സർട്ടിഫിക്കറ്റ് ഫീസ് ഒടുക്കുകയും ഒരു തവണ പോലും പരീക്ഷ എഴുതാതിരിക്കുകയും ചലാൻ വെരിഫൈ ചെയ്യാതിരിക്കുകയും ചെയ്തിട്ടുള്ളവരും ഈ പേയ്മെൻറ്റ് സംവിധാനം ഉപയോഗിച്ച് പുതിയ നിരക്കിൽ സർട്ടിഫിക്കറ്റ് ഫീസ് വീണ്ടും ഒടുക്കേണ്ടതാണ്. പരീക്ഷാർത്ഥികളുടെ പ്രൊഫൈലിൽ അവരവരുടെ ഫോട്ടോയോട് കൂടിയ അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാക്കുന്നതും ആയത് ഡൗൺലോഡ് ചെയ്ത് മേലധികാരി യഥാവിധം സാക്ഷ്യപ്പെടുത്തി പരീക്ഷയ്ക്ക് ഹാജരാക്കേണ്ടതാണ്. വകുപ്പ് തല പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി വരെയും തങ്ങൾ സമർപ്പിച്ച അപേക്ഷയിലെ വിവരങ്ങൾ, ഉദാഹരണം പേപ്പറുകൾ, ടെസ്റ്റ് മേഖല മുതലായവ മാറ്റി നൽകുന്നതിന് പരീക്ഷാർത്ഥികൾക്ക് അനുവാദം ഉണ്ടായിരിക്കുന്നതാണ്. അവസാന തീയതിയിൽ നിലവിലുള്ള ഫോട്ടോയും മറ്റ് വിവരങ്ങളും അടങ്ങിയ അപേക്ഷകളാകും പരിഗണിക്കുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ പൂരിപ്പിക്കുന്നതിന് മുമ്പ് വിജ്ഞാപനം വിശദമായി വായിക്കേണ്ടതാണ്. വിജ്ഞാപനം കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. പരീക്ഷയ്ക്കുള്ള സമയവിവര പട്ടിക യഥാസമയം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. സമയവിവര പട്ടികകൾ
പബ്ലിക് സർവീസ് കമ്മീഷൻ വെബ്സൈറ്റ്, ജില്ലാ മേഖലാ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്നും പരീക്ഷാർത്ഥികൾക്ക് റഫറൻസിന് ലഭിക്കുന്നതാണ്. കൂടാതെ ഓരോ പരീക്ഷാർത്ഥിക്കും ആവശ്യമായി വരുന്ന പരീക്ഷകളുടെ സമയവിവര പട്ടിക ടൈം ടേബിൾ അവരവരുടെ പ്രൊഫൈലിൽ ലഭ്യമാക്കുന്നതാണ്. വ്യക്തിപരമായി പരീക്ഷാർത്ഥികൾക്ക് സമയവിവര പട്ടികകൾ തപാലിൽ അയക്കുന്നതല്ല. കമ്മീഷന്റെ 5/3/2003 17 നമ്പർ തീരുമാനപ്രകാരം വകുപ്പ് തല പരീക്ഷ കേരള സംസ്ഥാന സർവീസ് ഉള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അല്ലാത്തവരിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. അപേക്ഷാ ഫീസ് 2019 മെയ് മുതൽ വകുപ്പ് തല പരീക്ഷാ ഫീസ് നിരക്ക് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. പരീക്ഷാർത്ഥികൾക്ക് പുതുക്കിയ നിരക്കിൽ ഫീസ് ഒടുക്കേണ്ടതാണ്. ഓൺലൈൻ ബാങ്കിംഗ് സംവിധാനം ഉപയോഗിച്ചുള്ള പേയ്മെൻറ്റ് മുഖേനയാണ് പരീക്ഷാ ഫീസും സർട്ടിഫിക്കറ്റ് ഫീസും കൊടുക്കേണ്ടത്. ചെലാൻ ഉപയോഗിച്ച് ട്രഷറികളിൽ നേരിട്ടോ ചെലാൻ മുഖേനയോ പണം ഒടുക്കുന്നത് സ്വീകാര്യമല്ല. പേയ്മെൻറ്റ് മുഖേന പണം ഒടുക്കുന്നതിന് പരീക്ഷാർത്ഥികളുടെ പ്രൊഫൈലിലെ മേക്ക് പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഓപ്ഷൻ വഴി പരീക്ഷാർത്ഥികൾക്ക് ട്രഷറി വകുപ്പിൻ്റെ സെറ്റിലേക്ക് പ്രവേശിച്ച് ഓൺലൈനായി പണം ഒടുക്കാവുന്നതാണ്. ഇതിനായി പരീക്ഷാർത്ഥിക്കോ ബന്ധപ്പെട്ടവർക്കോ ഏതെങ്കിലും ബാങ്കിൻ്റെ ഓൺലൈൻ ബാങ്കിംഗ് അക്കൗണ്ട് ആവശ്യമാണ്. ട്രഷറി സൈറ്റിൽ നിന്നും പണം ഒടുക്കുന്നതിനായി ബാങ്കിലേക്ക് പ്രവേശിക്കുമ്പോൾ ലഭ്യമാകുന്ന GR നമ്പർ, ഗവൺമെൻറ് റഫറൻസ് നമ്പർ കുറിച്ചെടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. പണം ഒടുക്കിക്കഴിഞ്ഞാൽ പരീക്ഷാർത്ഥിയുടെ പ്രൊഫൈലിൽ GR നമ്പർ ഉൾപ്പെടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. പേയ്മെൻറ്റ് ഇടപാട് പൂർത്തിയാക്കുന്നതിനിടയിൽ നെറ്റ്വർക്ക് തകരാർ ഉൾപ്പെടെ സാങ്കേതിക തടസ്സങ്ങൾ കാരണം അക്കൗണ്ടിൽ നിന്നും പണം ഡെബിറ്റ് ആകുകയും ഇടപാട് പൂർത്തിയാകാതെയും വന്നാൽ നേരത്തെ കുറിച്ചെടുത്ത GR നമ്പർ ഉപയോഗിച്ച് ബാങ്ക് ട്രഷറിയെ സമീപിച്ച് പണം ഒടുക്കിയത് സംബന്ധിച്ച വ്യക്തത വരുത്താവുന്നതാണ്. ഓരോ പേപ്പറിനും 160 രൂപ എന്ന നിരക്കിലാണ് പരീക്ഷാ ഫീസ്. അടിസ്ഥാനത്തിൽ എത്ര പേപ്പറുകൾ ഉണ്ട് എന്ന് കണക്കാക്കി മുഴുവൻ പരീക്ഷാ ഫീസും ഒടുക്കേണ്ടതാണ്. 2019 ജൂലൈയിലെ വകുപ്പ് തല പരീക്ഷ മുതൽ ഒരു സർട്ടിഫിക്കറ്റിന് 210 രൂപ നിരക്കിൽ എത്ര സർട്ടിഫിക്കറ്റിനാണോ അപേക്ഷിക്കുന്നത് അത്രയും തുക സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് ഒടുക്കേണ്ടതാണ്. പരീക്ഷാ ഫീസ്, സർട്ടിഫിക്കറ്റ് ഫീസ് ഇനങ്ങളിൽ ഒടുക്കേണ്ടുന്ന തുക ഡീഫോൾട്ടായി കണക്കാക്കാവുന്നതാണ്. ജനുവരി 2011 മുതൽ വകുപ്പ് തല പരീക്ഷകൾക്ക് അപേക്ഷിക്കുകയും സർട്ടിഫിക്കറ്റ് ഫീസ് ഒടുക്കുകയും ചെയ്തവർ അതേ പ്രൊഫൈലിലൂടെ അപേക്ഷിച്ചാൽ മാത്രമേ ഒടുക്കിയ സർട്ടിഫിക്കറ്റ് ഫീസ് സാധുവായി പരിഗണിക്കുകയുള്ളൂ. അല്ലാതെയുള്ള അപേക്ഷകൾ നിരസിക്കുന്നതാണ്. ഒരിക്കൽ അടച്ച പരീക്ഷാ ഫീസ് യാതൊരു കാരണവശാലും തിരികെ ലഭിക്കുന്നതല്ല. ഒരു ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്ക് ഒടുക്കപ്പെടുന്ന പണം മറ്റൊരു ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്ക് മാറ്റുവാൻ കഴിയുന്നില്ല. അതായത് സർട്ടിഫിക്കറ്റ് ഫീസിനായി ഒടുക്കിയ പണം പരീക്ഷാ ഫീസായോ തിരിച്ചോ വകയിരുത്തുവാൻ സാധിക്കുകയില്ല. നോട്ട്: നേരിട്ടുള്ള നിയമനം വഴിയോ ബൈ ട്രാൻസ്ഫർ മുഖാന്തരമോ നിയമിക്കപ്പെട്ടിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ പ്രൊബേഷൻ്റെയോ ട്രെയിനിങ്ങിൻ്റെയോ പൂർത്തീകരണത്തിനോ ഏതെങ്കിലും തസ്തികയിൽ ഇൻക്രിമെൻറ്റോ സ്ഥിരപ്പെടുത്തലോ ലഭിക്കുന്നതിനോ ഉയർന്ന തസ്തികയിലേക്ക് ഉദ്യോഗക്കയറ്റം കിട്ടുന്നതിനോ ഒരു പോസ്റ്റിൽ പിഴ കൂടാതെ തുടരുന്നതിനോ ഏതെങ്കിലും ടെസ്റ്റ് പാസ്സായിരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പ്രസ്തുത ടെസ്റ്റുകൾക്കും സർവീസിലുള്ള ആളുകൾക്ക് പുതിയതായി ഏതെങ്കിലും ടെസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അപ്രകാരമുള്ള ടെസ്റ്റുകൾക്കും ജീവനക്കാർക്ക് അതാത് വകുപ്പിലെ ഉദ്യോഗക്കയറ്റങ്ങൾക്കുള്ള തസ്തികകളിലേക്ക് ആവശ്യമായ വകുപ്പ് തല പരീക്ഷകൾക്കും അപേക്ഷകരിൽ നിന്ന് പരീക്ഷാ ഫീസ് ഈടാക്കുന്നതല്ല. അതായത് ഫ്രീ ചാൻസ്. സൗജന്യം ഓരോ ടെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ തവണ ലഭിക്കുന്നതല്ല. രണ്ടാമത്തെ തവണ മുതൽ ഫീസ് ഈടാക്കുന്നതാണ്. ഒരു പരീക്ഷയ്ക്ക് ഫ്രീ ചാൻസിൽ അപേക്ഷിക്കുകയും എന്നാൽ ഏതെങ്കിലും കാരണവശാൽ പരീക്ഷ എഴുതാതിരിക്കുകയും ചെയ്താൽ അതും ഫീസ് സൗജന്യം അനുവദിക്കപ്പെട്ടിട്ടുള്ള തവണയായി കണക്കാക്കപ്പെടുന്നതാണ്. ഓരോ ടെസ്റ്റിനും മുഴുവനായിട്ടാണ് ഫീസ് സൗജന്യം അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാതെയുള്ള പല പേപ്പറുകളുള്ള ഓരോ ടെസ്റ്റിൻ്റെയും ഓരോ പേപ്പറുകളായിട്ടല്ല. ഉദാഹരണമായി അക്കൗണ്ടൻറ്റ് ടെസ്റ്റിന് അപേക്ഷിക്കുന്ന ഒരാൾക്ക് 4 പേപ്പറിനും കൂടി പരീക്ഷ എഴുതിയാലും ഇല്ലെങ്കിലും ഒരു പ്രാവശ്യം മാത്രമേ ഫീസ് സൗജന്യം കിട്ടുകയുള്ളൂ. ആ പരീക്ഷയിൽ എല്ലാ പേപ്പറുകളും ജയിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ അടുത്ത തവണ മുതൽ തോറ്റ പേപ്പറുകൾക്കും അപേക്ഷിക്കാതിരുന്ന പേപ്പറുകൾക്കും ഫീസ് ഒടുക്കി അപേക്ഷിക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ ആനുകൂല്യങ്ങൾ അനുസരിച്ച് ഗവൺമെൻറ് സർവീസിലുള്ള ടൈപ്പിസ്റ്റുകൾക്കും സ്റ്റെനോഗ്രാഫർമാർക്കും പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന SSLC സ്റ്റാൻഡേർഡിലുള്ള ക്ലറിക്കൽ പരീക്ഷയ്ക്ക് ഇരിക്കുവാൻ അനുമതി ലഭിച്ചിട്ടുള്ള താഴ്ന്ന വരുമാനക്കാരായ
സർക്കാർ ജീവനക്കാർക്കും വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലെ ജീവനക്കാർക്കും വകുപ്പ് തല പരീക്ഷ ഒബ്ലിഗേറ്ററായി നിശ്ചയിക്കപ്പെട്ടുള്ള കേരളത്തിലെ എയ്ഡഡ് ഹൈസ്കൂളിലെയും എയ്ഡഡ് ട്രെയിനിങ് സ്കൂളിലെയും ഹെഡ് മാസ്റ്റർമാർക്കും മറ്റ് ജീവനക്കാർക്കും ഒബ്ലിഗേറ്ററിയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വകുപ്പ് തല പരീക്ഷകൾക്കും കേരളത്തിലെ പ്രൈമറി സ്കൂളുകളിലെയും അപ്പർ പ്രൈമറി സ്കൂളുകളിലെയും ഹെഡ് മാസ്റ്റർമാർക്കും PD ടീച്ചർമാർക്കും പൊതുമരാമത്ത് വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ പ്രൊബേഷൻ പൂർത്തീകരിക്കുന്നതിനും തുടർന്ന് ഉദ്യോഗക്കയറ്റം കിട്ടുന്നതിന് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്ന PWD മാനുവൽ പരീക്ഷയ്ക്കും ലഭിക്കുന്നതാണ്. കേരള പഞ്ചായത്ത് വകുപ്പിലെ ജീവനക്കാർക്ക്, മുനിസിപ്പൽ കോമൺ സർവീസിലെ ജീവനക്കാർക്ക്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ജീവനക്കാർക്കും ഒബ്ലിഗേറ്ററായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വകുപ്പ് തല പരീക്ഷകൾക്ക് ഫീസ് സൗജന്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ മറ്റു യൂണിവേഴ്സിറ്റി ജീവനക്കാർക്ക് നിലവിൽ ഫീസ് സൗജന്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് നിർബന്ധമായും പാസ്സാകേണ്ട വകുപ്പ് തല പരീക്ഷകൾ നടത്തുന്നതിന് അല്ലെങ്കിൽ എഴുതുന്നതിന് ഒരു തവണ മാത്രം ഫ്രീ ചാൻസ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ട്രഷറി, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എന്നീ വകുപ്പുകളിലെ ജീവനക്കാർക്കൊഴികെയുള്ള അക്കൗണ്ട് ടെസ്റ്റ് ഹയർ ഫീസ് സൗജന്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. വിദ്യാഭ്യാസ വകുപ്പിലെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, നോൺ വൊക്കേഷണൽ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, ആരോഗ്യ വകുപ്പിലെയും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെയും സ്റ്റാഫ് നഴ്സ്, ഹെഡ് നഴ്സ് എന്നീ തസ്തികകളിൽ ജോലി നോക്കുന്നവർക്ക് വകുപ്പ് തല പരീക്ഷ നിർബന്ധം അല്ലാത്തതിനാൽ ഫീസ് സൗജന്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. വകുപ്പ് തല പരീക്ഷകൾക്ക് ഓൺലൈൻ മുഖേന അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഫ്രീ ചാൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യെസ് എന്ന് രേഖപ്പെടുത്തുന്നു എന്നത് കൊണ്ട് മാത്രം പരീക്ഷാർത്ഥിക്ക് ഫ്രീ ചാൻസ് ലഭിക്കുന്നതിന് അർഹത ഉണ്ട് എന്ന് ധരിക്കേണ്ടതില്ല. അപേക്ഷകളുടെ സൂക്ഷ്മ പരിശോധനാ വേളയിൽ ഫ്രീ ചാൻസിൽ പരീക്ഷ എഴുതുന്നതിന് അർഹതയില്ലാത്ത പരീക്ഷാർത്ഥികളുടെ അപേക്ഷ നിരസിക്കുന്നതാണ്. ആയതിനാൽ ഫ്രീ ചാൻസ് ലഭിക്കുന്നതിന് ഫീസ് അടയ്ക്കാതെ പരീക്ഷ എഴുതുന്നതിന് തങ്ങൾക്ക് അർഹത ഉണ്ട് എന്ന് ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ആയതിലേക്ക് അപേക്ഷിക്കേണ്ടതാണ്. ഫീസ് സൗജന്യത്തിന് അർഹരായിട്ടുള്ളവർ പ്രസ്തുത വിവരം അപേക്ഷയിൽ രേഖപ്പെടുത്തുന്നത് കൂടാതെ അഡ്മിഷൻ ടിക്കറ്റിലെ സർട്ടിഫിക്കറ്റ് തങ്ങളുടെ വകുപ്പ് മേധാവിയെയോ ഓഫീസ് മേധാവിയെയോ കൊണ്ട് സർട്ടിഫൈ ചെയ്യേണ്ടത് ബന്ധപ്പെട്ട കോളത്തിൽ ടിക്ക് മാർക്ക് ചെയ്യേണ്ടതുമാണ്. അനക്ഷർ A6 അനക്ഷർ A6 ആയി കൊടുത്തിരിക്കുന്ന PWD മാനുവൽ പരീക്ഷ പൊതുമരാമത്ത് വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർക്ക് പ്രൊബേഷൻ പൂർത്തിയാക്കുന്നതിനും തുടർന്നുള്ള ഉദ്യോഗ കയറ്റത്തിന് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള അക്കൗണ്ട് ടെസ്റ്റ് ലോവറിനും PWD പരീക്ഷയ്ക്കും പുറമെ നിർബന്ധമാക്കിയിട്ടുള്ളതാണ്. നോട്ട്: പോലീസ് ടെസ്റ്റ് 19, 20 എന്നിവ പ്രത്യേകം ടെസ്റ്റുകൾ തന്നെയായിരിക്കും. 24, 25 കൊടുത്തിട്ടുള്ള കേരള ജയിൽ ഓഫീസേഴ്സ് ടെസ്റ്റ് 3-ാം പേപ്പർ, കേരള ജയിൽ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ടെസ്റ്റ് 2-ാം പേപ്പർ പ്രാക്ടിക്കൽ പരീക്ഷകൾക്ക് ജയിൽ IG അംഗീകരിച്ചിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നും, അതായത് 30/9/1993 RICAയിൽ നിന്നും ആംഡ് ആൻഡ് സ്ക്വാഡ് ഡ്രിൽ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കുവാൻ അർഹതയുള്ളൂ. തമിഴ്നാട്ടിലെ വെല്ലൂരിലുള്ള RICAയുടെ പേര് APCA എന്നാക്കി മാറ്റിയിട്ടുള്ളതിനാൽ പ്രസ്തുത സ്ഥാപനത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ളവർക്കും പ്രായോഗിക പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. അനുബന്ധം 25-ാമതായി കൊടുത്തിരിക്കുന്ന കേരള ജയിൽ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ടെസ്റ്റ് 2-ാമത്തെ പേപ്പറിനുള്ള പ്രായോഗിക പരീക്ഷയ്ക്ക് തിരുവനന്തപുരം ജയിൽ ട്രെയിനിങ് സ്കൂളിൽ നിന്നും പ്രസ്തുത ടെസ്റ്റിനുള്ള പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കേണ്ടതാണ്. ട്രെയിനിങ് നേടിയിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ശരിപ്പകർപ്പ് സ്വയം സാക്ഷ്യപ്പെടുത്തി ജോയിൻറ്റ് സെക്രട്ടറി, ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് വിങ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, പട്ടം, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ വകുപ്പ് തല പരീക്ഷയുടെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് മുമ്പായി ലഭിക്കത്തക്ക വിധം അയച്ചു തരേണ്ടതാണ്. അല്ലാത്തവരുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. അവരെ പ്രായോഗിക പരീക്ഷയ്ക്ക് പങ്കെടുപ്പിക്കുന്നതല്ല. മേൽ പറഞ്ഞിരിക്കുന്ന ടെസ്റ്റുകളുടെ പ്രായോഗിക പരീക്ഷകൾക്ക് തിരുവനന്തപുരത്തോ തൃശ്ശൂരോ കണ്ണൂരോ കമ്മീഷന് സൗകര്യം എന്ന് തോന്നുന്ന മറ്റേതെങ്കിലും കേന്ദ്രത്തിൽ വെച്ചോ
നടത്തുന്നതായിരിക്കും. പ്രായോഗിക പരീക്ഷ നടത്തുന്ന സ്ഥലവും തീയതിയും യഥാസമയം പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. കേരള പഞ്ചായത്ത് ടെസ്റ്റ് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ UD ക്ലർക്കുമാർ, ഹെഡ് ക്ലർക്കുമാർ, പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർമാർ എന്നിവർക്ക് വേണ്ടി നടത്തുന്ന പൊതുപരീക്ഷയാണ്. മുമ്പ് നടത്തിയിരുന്ന കേരള പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ടെസ്റ്റ് പ്രസ്തുത ഉത്തരവ് പ്രകാരം നിർത്തലാക്കി കഴിഞ്ഞു. കേരള പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ടെസ്റ്റിൻ്റെ എല്ലാ പേപ്പറുകളും ഇതിനകം തന്നെ ജയിച്ചിട്ടുള്ളവരെ പഞ്ചായത്ത് ടെസ്റ്റ് എഴുതുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കേരള പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ടെസ്റ്റിലെ ഏതെങ്കിലും പേപ്പറുകൾ ജയിക്കുവാനുള്ളവർ പഞ്ചായത്ത് ടെസ്റ്റിലെ തദനുസൃതമായ പേപ്പറിന് ചേർന്ന് ജയിച്ചാൽ മതിയാകുന്നതാണ്. ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് ഫോർ ദി എക്സിക്യൂട്ടീവ് ആൻഡ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഓഫ് KSE ബോർഡ് എന്ന വകുപ്പ് തല പരീക്ഷയുടെ പഴയ സിലബസിൽ മൂന്നാമത്തെ പേപ്പറായ സിലബസ് പാസ്സാകുന്നതിന് 2 അവസരം നൽകിയിട്ടുള്ളതും പ്രസ്തുത പേപ്പർ വിജയിക്കുന്ന മുറയ്ക്ക് പഴയ സിലബസിലുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്നതിനും പരിഷ്കരിച്ച സിലബസിലുള്ള ഇലക്ട്രിസിറ്റി ആക്ട് 2003 അതിനോടൊപ്പം പുതുതായി ചേർത്ത ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ഇൻകം കോൺട്രാക്റ്റ് ആക്ട് എന്നിവ പാസ്സാകുന്നതിന് മാത്രം പുതിയ സിലബസിലുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. അനക്ഷർ എയിൽ 24ാമതായി കൊടുത്തിട്ടുള്ള കേരള ജയിൽ ഓഫീസേഴ്സ് ടെസ്റ്റിൻ്റെ ഒന്നാമത്തെ പേപ്പർ പഴയ സിലബസിൽ പാസ്സായവർക്ക് പ്രസ്തുത പേപ്പർ പുതിയ സിലബസിൽ അപേക്ഷിച്ച് വിജയിക്കുന്ന മുറയ്ക്ക് പുതിയ സിലബസിൽ ഉള്ള സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. എല്ലാ ടെസ്റ്റുകളും ഭാഗികമായി പാസ്സാകാവുന്നതാണ്. അതുകൊണ്ട് പരീക്ഷാർത്ഥികൾക്ക് അവർ പാസ്സാകേണ്ട ടെസ്റ്റുകൾ മുഴുവനായോ ഒന്നോ അതിലധികമായോ പേപ്പറുകൾക്ക് മാത്രമായോ അപേക്ഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഓൺലൈൻ OMR മാതൃകയിലുള്ള ടെസ്റ്റുകളുടെ സമയം അക്കൗണ്ട് ടെസ്റ്റ് ലോവർ, KSR അക്കൗണ്ട് ടെസ്റ്റ് ഹയർ, KSR അക്കൗണ്ട് ടെസ്റ്റ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് പേപ്പർ സെക്കൻഡ്, KSR എക്സൈസ് ടെസ്റ്റ് പാർട്ട് A ആൻഡ് പാർട്ട് B എന്നിവ ഒഴികെ 1.5 മണിക്കൂർ ആയിരിക്കുന്നതാണ്. അക്കൗണ്ട് ടെസ്റ്റ് ലോവർ, KSR അക്കൗണ്ട് ടെസ്റ്റ് ഹയർ, KSR അക്കൗണ്ട് ടെസ്റ്റ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് പേപ്പർ സെക്കൻഡ്, KSR എക്സൈസ് ടെസ്റ്റ് പാർട്ട് A ആൻഡ് പാർട്ട് B എന്നിവ പരീക്ഷകൾക്ക് 2 മണിക്കൂർ ആയിരിക്കും സമയദൈർഘ്യം. ഉദ്യോഗ നിയമനത്തിനുള്ള തിരഞ്ഞെടുപ്പ് പരീക്ഷകൾ മലയാളം ഒഴിച്ചുള്ള പ്രാദേശിക ഭാഷകളിൽ എഴുതുന്നവർക്ക് വേണ്ടി മലയാളം സെക്കൻഡ് ക്ലാസ് ലാംഗ്വേജ് ടെസ്റ്റ് അനുബന്ധം 42ാമതായി ചേർത്തിട്ടുണ്ട്. സിലബസ്, മാർക്ക്, സമയക്രമം തുടങ്ങിയ വിശദ വിവരങ്ങൾ അനുബന്ധ സിയിൽ കൊടുത്തിരിക്കുന്നു. വകുപ്പ് തല പരീക്ഷ വിജ്ഞാപന പ്രകാരം സെക്കൻഡ് ക്ലാസ് ലാംഗ്വേജ് ടെസ്റ്റ് മലയാളം പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒരേ വിജ്ഞാപന പ്രകാരം പാർട്ട് A എഴുതുന്നതിനും പാർട്ട് B വാചാ പരീക്ഷയ്ക്കും പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്രകാരമല്ലാത്ത അപേക്ഷകൾ നിരസിക്കപ്പെടുന്നതാണ്. ന്യൂനപക്ഷ ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രസ്തുത ഭാഷയിൽ പ്രായോഗിക പരിജ്ഞാനം ആവശ്യമാണെന്നതിനാൽ മൈനോറിറ്റി ലാംഗ്വേജ് ടെസ്റ്റ് 43ാമതായി ചേർത്തിട്ടുണ്ട്. കേരള മുനിസിപ്പൽ സർവീസ് ജീവനക്കാർക്കും മൈനോറിറ്റി ലാംഗ്വേജ് ടെസ്റ്റ് എഴുതാവുന്നതാണ്. സിലബസ്, മാർക്ക്, സമയക്രമം തുടങ്ങിയ വിശദ വിവരങ്ങൾ അനുബന്ധം Dയിൽ കൊടുത്തിരിക്കുന്നു. 48ാമതായി കൊടുത്തിരിക്കുന്ന കേരള ചുമട്ടുതൊഴിലാളി നിയമങ്ങളെ സംബന്ധിച്ച വകുപ്പ് തല പരീക്ഷ കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ UD ക്ലർക്ക് തസ്തികയ്ക്ക് സ്ഥാനക്കയറ്റം മുഖേനയോ തസ്തിക മാറ്റം മുഖേനയോ നിയമനം ലഭിക്കുന്നതിനായി മാനുവൽ ഓഫ് ഓഫീസേഴ്സ് പ്രൊസീജിയർ, അക്കൗണ്ട് ടെസ്റ്റ് ലോവർ എന്നിവയ്ക്ക് പുറമെ നിർബന്ധമായും ജയിച്ചിരിക്കേണ്ടതാണ്. എല്ലാ ടെസ്റ്റുകൾക്കും ജയിക്കുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ മാർക്ക് ഓരോ പേപ്പറിനും 40% ആണ്. റവന്യൂ ടെസ്റ്റുകൾ 2011 ജൂലൈ മുതൽ പുതിയ സിലബസിൽ മാത്രമേ എഴുതുവാൻ അനുവദിക്കുകയുള്ളൂ. മുൻപ് ഭാഗികമായി പഴയ സിലബസിൽ പാസ്സായിട്ടുള്ളവർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് പുതിയ സിലബസിൽ 4 പേപ്പറുകളും എഴുതി പാസ്സാകേണ്ടതാണ്. എന്നാൽ ജനുവരി 2011 വരെയുള്ള നോട്ടിഫിക്കേഷനുകൾ പ്രകാരം വില്ലേജ് ഓഫീസേഴ്സ് മാനുവൽ പരീക്ഷ പാസ്സായിട്ടുള്ളവരും 2019 ജനുവരി വരെയുള്ള വിജ്ഞാപനങ്ങൾ പ്രകാരം യൂണിഫൈഡ് വില്ലേജ് മാനുവൽ കോമൺ പേപ്പർ പാസ്സായിട്ടുള്ളവരും പുതിയ സിലബസ് പ്രകാരമുള്ള റവന്യൂ ടെസ്റ്റിൻ്റെ 4ാമത്തെ പേപ്പറിന് വീണ്ടും പരീക്ഷ എഴുതേണ്ടതില്ല. പരീക്ഷാർത്ഥികൾ പരീക്ഷയ്ക്ക് മുമ്പ് പാസ്സായിട്ടുള്ള സ്ഥിരീകരണം നൽകുമ്പോൾ റവന്യൂ ടെസ്റ്റിൻ്റെ 4 പേപ്പറുകളും ഉൾക്കൊള്ളുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. ഫ്രീ ചാൻസിന് ആവശ്യപ്പെടുന്ന അന്യത്ര സേവനത്തിൽ തുടരുന്ന ജീവനക്കാർ പാരന്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസ് മേധാവി,
വകുപ്പ് മേധാവിയെ കൊണ്ട് അഡ്മിഷൻ ടിക്കറ്റിലെ സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. ജനപ്രതിനിധികളുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിട്ടുള്ള സർക്കാർ ജീവനക്കാർ വകുപ്പ് തല പരീക്ഷയ്ക്ക് ഹാജരാക്കുന്ന അഡ്മിഷൻ ടിക്കറ്റിലെ സാക്ഷ്യപ്പെടുത്തുകൾ ബന്ധപ്പെട്ട ജനപ്രതിനിധി തന്നെ നിർവഹിച്ചാലും മതിയാകും. അവരുടെ പേര്, പദവി മുതലായവ ഉൾക്കൊള്ളുന്ന സീലുകൾ യഥാസ്ഥാനത്ത് നിർബന്ധമായും പതിച്ചിരിക്കണം. ഓരോ ടെസ്റ്റും അതാത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ പാസ്സായിരിക്കണമെന്ന് കാലാകാലങ്ങളിൽ പുറപ്പെടുവിച്ചിട്ടുള്ള സർക്കാർ ഉത്തരവിൻ പ്രകാരം നിർബന്ധമാക്കിയിട്ടുള്ളതാണ്. ജയിൽ ടെസ്റ്റ്, കേരള സ്റ്റേറ്റ് പ്രൊബേഷൻ ടെസ്റ്റ്, രജിസ്ട്രേഷൻ ടെസ്റ്റ്, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ്, ഫോറസ്റ്റ് ടെസ്റ്റ്, പഞ്ചായത്ത് ടെസ്റ്റ്, കോപ്പറേറ്റീവ് ടെസ്റ്റ്, SC ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ്, കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസിലെ അംഗങ്ങൾക്ക് മാത്രമുള്ള ടെസ്റ്റ് എന്നിവ അതാത് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമുള്ളതാണ്. കേരള സ്റ്റേറ്റ് പ്രൊബേഷൻ ടെസ്റ്റ് സാമൂഹിക ക്ഷേമ വകുപ്പിലെ ഡിസ്ട്രിക്ട് പ്രൊബേഷൻ ഓഫീസർമാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. വിവിധ വകുപ്പുകളിലുള്ളവർക്ക് അതാത് വകുപ്പുകളിൽ നിർബന്ധമാക്കിയിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും എഴുതുവാൻ കഴിയത്തക്ക വിധമാണ് കമ്മീഷൻ ടൈം ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും വകുപ്പിൽ നിർബന്ധിതമല്ലാത്ത പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പ്രസ്തുത പരീക്ഷ എഴുതുവാൻ സാധിക്കുന്ന വിധത്തിൽ ടൈം ടേബിളിൽ മാറ്റം വരുത്തുന്നതല്ല. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ജൂനിയർ മെമ്പർമാർക്ക് യൂണിഫൈഡ് അക്കൗണ്ട് ടെസ്റ്റ് പ്രത്യേകം നടത്തുന്നതിനാൽ അതനുസരിച്ചുള്ള അക്കൗണ്ട് ടെസ്റ്റ് ലോവർ 4 പേപ്പറുകൾ ബാധകമായിരിക്കുന്നതല്ല. പ്രസ്തുത സർവീസിലുള്ളവർ പ്രത്യേക വിജ്ഞാപന പ്രകാരം യൂണിഫൈഡ് അക്കൗണ്ട് ടെസ്റ്റിന് അപേക്ഷിച്ച് കൊള്ളേണ്ടതാണ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലുള്ള ജൂനിയർ മെമ്പർമാർ ഫോറസ്റ്റ് ടെസ്റ്റ് ഫോർ എക്സിക്യൂട്ടീവ് ആൻഡ് കൺട്രോളിംഗ് സ്റ്റാഫ് എന്ന പരീക്ഷയ്ക്ക് ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കേണ്ടതില്ല. പ്രസ്തുത പരീക്ഷയ്ക്ക് അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം 19/2/1985 അനുസരിച്ച് പ്രത്യേകം പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. 15ാമതായി കൊടുത്തിട്ടുള്ള മുനിസിപ്പൽ ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് മുനിസിപ്പൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ക്ലാർക്കുമാർക്ക് വേണ്ടി 12/7/1978 വിജ്ഞാപന പ്രകാരം ഉത്തരവുകൾ പ്രകാരം നടത്തുന്നതാണ്. ഈ പരീക്ഷയുടെയും കേരള മുനിസിപ്പൽ ടെസ്റ്റ് 3ാം പേപ്പറിൻ്റെ സിലബസ് ഒന്ന് തന്നെയാണ്. പരീക്ഷാ ഹാളിൽ ബുക്കുകളുടെ സഹായത്തോടുകൂടി എഴുതാവുന്ന ടെസ്റ്റുകൾ ഏതെല്ലാമാണെന്ന് അനുബന്ധത്തിൽ സിലബസ് വിവരിക്കുന്നിടത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ടെസ്റ്റുകൾക്ക് നിശ്ചയിച്ചിട്ടുള്ള പുസ്തകങ്ങളും അവയിൽ വരുത്തിയിട്ടുള്ള ഭേദഗതികളും തൽസംബന്ധമായി ഗവൺമെൻറ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ആക്ട് ആൻഡ് റൂൾസ് മാത്രം ഉപയോഗിക്കാവുന്നതാണ്. സർക്കാർ ഉത്തരവാകുന്ന മുറയ്ക്ക് നിശ്ചിത പേപ്പറിന് നിർദ്ദിഷ്ട കാലാവധിക്ക് അനുവദിക്കുന്ന സ്വകാര്യ പ്രസിദ്ധീകരണങ്ങൾ മാത്രമേ തദനുസൃതമായി പരീക്ഷാ ഹാളിൽ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. ഇപ്രകാരം ടൈം ടേബിൾ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതല്ലാതെ സ്വകാര്യ പ്രസാധകർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കേരള സർവീസ് റൂൾസ് തുടങ്ങിയ ഒരു സ്വകാര്യ പ്രസിദ്ധീകരണവും പരീക്ഷാ ഹാളിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കുറിപ്പുകളോ വിവരങ്ങളോ അടങ്ങിയ ബുക്കുകളും ഗൈഡുകളും അംഗീകൃത പുസ്തകങ്ങളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ടൈം ടേബിൾ വിജ്ഞാപനത്തിൽ അനുവദിച്ചിട്ടുള്ളവ ഒഴികെ എന്നിവയും പരീക്ഷാ ഹാളിൽ കൊണ്ടുവരുന്നതിന് അനുവദിക്കുന്നതിനില്ല. ഈ നിർദ്ദേശങ്ങൾക്ക് വിപരീതമായി പെരുമാറുന്ന പരീക്ഷാർത്ഥികളുടെ പരീക്ഷാഫലം അസാധുവാക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ കമ്മീഷൻ ഉചിതമെന്ന് തോന്നുന്ന മറ്റ് ശിക്ഷാ നടപടികളും സ്വീകരിക്കുന്നതാണ്. സിലബസിൻ്റെ നേർക്ക് വിത്ത് ബുക്സ് എന്ന് എഴുതിയിട്ടില്ലാത്തത് പരീക്ഷകൾ ബുക്കുകളുടെ സഹായമില്ലാതെ എഴുതേണ്ടതാണ്. മറ്റ് നിർദ്ദേശങ്ങൾ അഡ്മിഷൻ ടിക്കറ്റിനൊപ്പം ലഭിക്കുന്നതും അവ വായിച്ച് കൃത്യമായി പാലിക്കേണ്ടതുമാണ്. മൊബൈൽ ഫോൺ, ബ്ലൂടൂത്ത്, വാക്ക്മാൻ, കാൽക്കുലേറ്റർ, സ്മാർട്ട് വാച്ച് തുടങ്ങി വിവര വിനിമയത്തിനുള്ള എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പരീക്ഷാ ക്യാമ്പസിൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇത്തരം ഉപകരണങ്ങൾ പരീക്ഷാ ഹാളിനുള്ളിൽ കൈവശം വയ്ക്കുന്ന പരീക്ഷാർത്ഥികളുടെ പരീക്ഷാഫലം അസാകുന്നതാണ്. പരീക്ഷാ ചുമതല വഹിക്കുന്ന ചീഫ് സൂപ്രണ്ടിനോടോ അസിസ്റ്റന്റ് സൂപ്രണ്ടിനോടോ അഡീഷണൽ ചീഫ് സൂപ്രണ്ടിനോടോ അപമര്യാദയായി പെരുമാറുകയോ പരീക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ കാണിക്കുകയോ നിർദ്ദേശങ്ങൾക്ക് വിപരീതമായി പരീക്ഷാ ഹാളിൽ ബുക്ക് കൊണ്ടുവരികയോ ചെയ്യുന്നവരുടെ പരീക്ഷ അസാധുവാക്കപ്പെടുന്നതാണ്. അതിനു പുറമെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിശ്ചയിക്കുന്ന കാലത്തോളം ഡിപ്പാർട്ട്മെൻ്റൽ പരീക്ഷകൾ എഴുതുന്നതിൽ നിന്നും വിലക്കുന്നതാണ്. മേൽപ്പറഞ്ഞ നടപടികൾക്ക് പുറമെ മറ്റ് ഉചിതമായ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളോടും വിജിലൻസ് ഡിപ്പാർട്ട്മെൻ്റൽ ഡയറക്ടറോടും ശുപാർശ ചെയ്യുന്നതാണ്. കമ്മീഷൻ അംഗങ്ങളോ കമ്മീഷൻ്റെ സ്റ്റാഫിൽപ്പെട്ട ആരെങ്കിലുമായോ പരീക്ഷകനെ പരീക്ഷ സംബന്ധിച്ച കാര്യങ്ങൾക്കായി സ്വാധീനിക്കുവാൻ ശ്രമിക്കുകയോ അതിന് മറ്റാരെയെങ്കിലും നിയോഗിക്കുകയോ ചെയ്യുന്നവർക്കും മേൽപ്പറഞ്ഞ ശിക്ഷ നൽകുന്നതാണ്.
ഡിപ്പാർട്ട്മെൻ്റൽ പരീക്ഷയ്ക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി വരെ പരീക്ഷാർത്ഥികൾക്ക് പേപ്പറുകൾ അല്ലെങ്കിൽ മേഖല എന്നിവ മാറ്റുന്നതിനുള്ള അവസരം അവരവരുടെ പ്രൊഫൈലിൽ ലഭ്യമാകുന്നതാണ്. പരീക്ഷാ പേപ്പറുകൾ പരീക്ഷാർത്ഥികൾ സ്വയം തിരഞ്ഞെടുക്കുന്നതിനാൽ അവസാന തീയതിക്ക് ശേഷം യാതൊരു കാരണവശാലും അനുവദിക്കപ്പെട്ട പേപ്പറുകളിൽ മാറ്റം നൽകുന്നതല്ല. പരീക്ഷയുടെ സെൻറ്ററുകൾ മാറ്റിക്കിട്ടണമെന്നുള്ള അപേക്ഷകൾ സാധാരണഗതിയിൽ പരിഗണിക്കുന്നതല്ല. എന്നാൽ ട്രാൻസ്ഫർ, ട്രെയിനിങ് മൂലം പരീക്ഷാ കേന്ദ്രം മാറ്റിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ അഡ്മിഷൻ ടിക്കറ്റ് കിട്ടിയതിന് ശേഷം ബന്ധപ്പെട്ട ഉത്തരവ് സഹിതം പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വകുപ്പ് തല പരീക്ഷാ വിഭാഗം ജോയിൻറ്റ് സെക്രട്ടറിക്ക് അപേക്ഷ നൽകേണ്ടതാണ്. അത്തരം കേസുകളിൽ ലഭ്യതയ്ക്കനുസരിച്ച് പരീക്ഷാ കേന്ദ്രങ്ങൾ മാറ്റി നൽകുന്നതാണ്. കമ്മീഷൻ്റെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന രേഖാമൂലമായ അനുവാദം കൂടാതെ സെൻറ്ററുകളും പേപ്പറുകളും മാറി എഴുതുന്ന പരീക്ഷാർത്ഥിയുടെ പരീക്ഷാഫലം അസാധുവാക്കപ്പെടുന്നതാണ്. പരീക്ഷാർത്ഥികൾക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം പരീക്ഷാ കേന്ദ്രത്തിൽ തിരഞ്ഞെടുക്കുന്നതിന് ഒരു കാരണവശാലും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ റീജിയനിൽ ഉൾപ്പെടുന്ന ജില്ലകൾ മുൻഗണനാ ക്രമത്തിൽ തിരഞ്ഞെടുക്കാവുന്നത് തിരഞ്ഞെടുത്ത റീജിയൻ തന്നെയാണ് ഓൺലൈൻ ആപ്ലിക്കേഷനിൽ രേഖപ്പെടുത്തിയതെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അപേക്ഷകൾ അയക്കുന്ന സമയത്ത് പരീക്ഷാർത്ഥികൾക്ക് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വകുപ്പ് തല പരീക്ഷ സംബന്ധമായ കത്തിടപാടുകൾ എല്ലാം ജോയിൻറ്റ് സെക്രട്ടറി, വകുപ്പ് തല പരീക്ഷാ കേന്ദ്രം, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, പട്ടം, തിരുവനന്തപുരം, പിൻകോഡ് 695004 എന്ന വിലാസത്തിൽ ആയിരിക്കേണ്ടതാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്പെഷ്യൽ റൂൾ ഭേദഗതിയെ തുടർന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നേരിട്ട് നിയമിക്കുന്ന പ്രിവൻറ്റീവ് ഓഫീസർമാർക്ക് പ്രൊബേഷന് വേണ്ടിയുള്ള പരീക്ഷ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലുള്ളവർക്ക് പ്രിവൻറ്റീവ് ഓഫീസർ തസ്തികയിലേക്കുള്ള പ്രവേശന് ബാധകമാക്കിയതും സിവിൽ സപ്ലൈസ് ഓഫീസർമാർക്ക് നടത്തിവരുന്ന ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് ഫോർ എക്സൈസ് ഗാർഡ്സ് എന്ന പരീക്ഷ നിർത്തലാക്കിയതും പ്രകാരം സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ജനുവരിയിലെ വകുപ്പ് തല പരീക്ഷകൾ മുതൽ ഈ ഉത്തരവിന് പ്രാബല്യം നൽകി നടപ്പിലാക്കി വരികയാണ്. ആയതിനാൽ വകുപ്പ് തല പരീക്ഷകൾക്ക് അപേക്ഷിക്കുന്ന സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലുള്ളവർ, പ്രിവൻറ്റീവ് ഓഫീസർ തസ്തികയിലുള്ളവർക്ക് കമ്മീഷൻ ഇപ്പോൾ നടത്തി വരുന്ന വകുപ്പ് തല പരീക്ഷകളുടെ പേപ്പറുകൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. മലയാളം ഒരു വിഷയമായി 10ാം ക്ലാസ്സോ വരെയോ അല്ലെങ്കിൽ +2 ബിരുദതലത്തിലോ പഠിച്ചിട്ടില്ലാത്തവർ സർക്കാർ സർവീസിൽ പ്രവേശിക്കുമ്പോൾ പ്രൊബേഷൻ പൂർത്തീകരിക്കുവാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന മലയാളം ഭാഷാ പരീക്ഷ പാസ്സാകണമെന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. മലയാളം ലാംഗ്വേജ് ടെസ്റ്റ് 44ാമതായി ചേർത്തിട്ടുണ്ട്. സിലബസ്, മാർക്ക്, സമയക്രമം തുടങ്ങിയ വിശദ വിവരങ്ങൾ അനുബന്ധം യിൽ കൊടുത്തിരിക്കുന്നു. താഴെ പറയുന്ന ന്യൂനതകളുള്ള അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. 1. മതിയായ അപേക്ഷകൾ, ഫീസ് ഇല്ലാത്ത അപേക്ഷകൾ, പരീക്ഷാ ഫീസ് അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതിനുള്ള അർഹതയില്ലാത്ത സൗജന്യ അവസരം ലഭിക്കുന്നതിന് അപേക്ഷിച്ചവരുടെ അപേക്ഷകൾ, ഒരു സർട്ടിഫിക്കറ്റിന് ആവശ്യമായ പേപ്പറുകൾക്ക് മുഴുവനായോ ഭാഗികമായോ സൗജന്യ അവസരം ഒരു തവണ രേഖപ്പെടുത്തുകയും പിന്നീട് സൗജന്യ അവസരത്തിന് അപേക്ഷിക്കുകയും ചെയ്തിട്ടുള്ളവർ, നിർദ്ദേശപ്രകാരമല്ലാത്ത ഫോട്ടോയോടുകൂടിയ അപേക്ഷകൾ. പ്രസ്തുത ന്യൂനതകൾ ഏതെങ്കിലും ഘട്ടത്തിൽ കണ്ടെത്തുകയാണെങ്കിൽ അറിയിപ്പൊന്നും കൂടാതെ അപേക്ഷ നിരസിക്കുവാനും പരീക്ഷാഫലം അസാധുവാക്കുവാനും കമ്മീഷൻ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. താഴെ പറയുന്ന ന്യൂനതകളുള്ളവരുടെ പരീക്ഷാഫലം അസാധുവാക്കുന്നതാണ്. അഡ്മിഷൻ ടിക്കറ്റിലെ സാക്ഷ്യപ്പെടുത്തലുകൾ യഥാവധി നിർവഹിക്കാതിരിക്കുക, ഫീസ് സൗജന്യം അപേക്ഷയിൽ അവകാശപ്പെടുകയും ആയത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതിരിക്കുകയും ചെയ്യുക, അഡ്മിഷൻ ടിക്കറ്റ് പ്രകാരം അനുവദിക്കാത്ത പേപ്പറുകൾക്ക് പരീക്ഷ എഴുതുക, അഡ്മിഷൻ ടിക്കറ്റിലെ ഫോട്ടോയ്ക്ക് മുകളിൽ മറ്റ് ഫോട്ടോ ഒട്ടിച്ച് പരീക്ഷയ്ക്ക് ഹാജരാകുക. അഡ്മിഷൻ ടിക്കറ്റ് പരീക്ഷാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ് പരീക്ഷാ ഹാളിൽ ഹാജരാക്കേണ്ടതും പരിശോധനയ്ക്കായി അധികൃതർക്ക് കൈമാറേണ്ടതുമാണ്. അഡ്മിഷൻ ടിക്കറ്റ് ഹാജരാക്കാത്ത പക്ഷം പരീക്ഷ എഴുതുവാൻ അനുവദിക്കുന്നതല്ല. അഡ്മിഷൻ ടിക്കറ്റ് സാക്ഷ്യപ്പെടുത്തുമ്പോൾ പരീക്ഷാർത്ഥിയുടെ ഒപ്പ്, ഫോട്ടോ, പേര് എന്നിവയും ഫ്രീ ചാൻസ് അവകാശപ്പെടുകയാണെങ്കിൽ ആയത് പരിശോധിച്ച് മേലധികാരി ബന്ധപ്പെട്ട കോളങ്ങളിൽ ടിക്ക് മാർക്ക് ചെയ്തുവെന്നും ഓഫീസ് മുദ്രയോടൊപ്പം സാക്ഷ്യപ്പെടുത്തുന്ന മേലധികാരിയുടെ ഒപ്പ്, പേര്, തസ്തികയുടെ പേര് എന്നിവയെ ഓരോന്നും വ്യക്തമായി തന്നെ അഡ്മിഷൻ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. ഓഫീസ് സീൽ മേലധികാരിയുടെ ഔദ്യോഗിക പദവിക്ക് തെളിവിനായി സ്വീകരിക്കുന്നതല്ല. അപേക്ഷകൻ തന്നെ മേലധികാരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ
മേലധികാരിയുടെ മേലൊപ്പും വാങ്ങിക്കേണ്ടതാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് വിട്ടുപോകുന്നതിനും അപൂർണമായോ അവ്യക്തമായോ ആയ സാക്ഷ്യപ്പെടുത്തൽ കാരണവും പരീക്ഷാർത്ഥിക്ക് പരീക്ഷ എഴുതുവാനുള്ള അവസരം നഷ്ടമാകുന്നതാണ്. വകുപ്പ് തല പരീക്ഷകൾക്ക് ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷകളുടെ ആദ്യഘട്ടം സൂക്ഷ്മ പരിശോധനയിൽ സാധുവായി കണ്ടെത്തുന്നവരെ മാത്രം സോപോധികമായി പരീക്ഷ എഴുതുവാൻ അനുവദിക്കുന്നതാണ്. പരീക്ഷാ ഹാളിലെ വിദഗ്ധ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തുന്നവരുടെ പരീക്ഷാഫലം അസാധുവാകുന്നതാണ്. അപേക്ഷകൾ വിജയകരമായി സമർപ്പിച്ചു എന്നതുകൊണ്ട് അപേക്ഷകൾ അന്തിമമായി സ്വീകരിക്കപ്പെട്ടു എന്ന് ധരിക്കേണ്ടതില്ല. അപേക്ഷകളുടെ സൂക്ഷ്മ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ അപേക്ഷകളുടെ സ്വീകാര്യത സംബന്ധിച്ച് അറിയുവാൻ സാധിക്കുകയുള്ളൂ. പരീക്ഷാർത്ഥികൾ റീജിയൻ തിരഞ്ഞെടുക്കുന്ന സമയത്തും പേയ്മെൻറ്റായി ഫീസ് കൊടുക്കുന്ന സമയത്തും നൽകുന്ന അലേർട്ട് കൃത്യമായും ശ്രദ്ധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അപേക്ഷകൻ ഒരു പ്രൊഫൈലിലൂടെ തന്നെ അപേക്ഷ സമർപ്പിച്ച് ബന്ധപ്പെട്ട പേപ്പറുകൾ വിജയിച്ചാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ. 2 പ്രൊഫൈലുകൾ വഴി അപേക്ഷ നൽകി വിജയിച്ച ശേഷം സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടാൽ നൽകുന്നതല്ല. ഒരു പരീക്ഷയുടെ എല്ലാ പേപ്പറുകളും ഒറ്റ പ്രൊഫൈൽ വഴി തന്നെ അപേക്ഷിച്ച് വിജയിച്ചിരിക്കണം. ഒരു പരീക്ഷാർത്ഥി ഒന്നിൽ കൂടുതൽ പ്രൊഫൈൽ സൃഷ്ടിക്കുവാൻ പാടുള്ളതല്ല. ഏതെങ്കിലും കാരണവശാൽ വകുപ്പ് തല പരീക്ഷകൾ റദ്ദാക്കുകയോ മാറ്റിവയ്ക്കുകയോ ചെയ്യുന്ന പക്ഷം ആയത് സംബന്ധിച്ച വിവരങ്ങൾ പത്ര-ദൃശ്യ മാധ്യമങ്ങൾ വഴി മാത്രം അറിയിക്കുന്നതാണ്. പരീക്ഷാർത്ഥികൾക്ക് വ്യക്തിഗത മെമ്മോ നൽകുന്നതല്ല. Annexure A. Secretariat Manual Test. Kerala Secretariat Office Manual. District Office Manual Test. Manual of Office Procedures Test. Department Test for Staff of the Kerala Public Service Commission. KSRTC Manual Test. PWD Manual Test. Account Test Lower 4 papers. Account Test Lower Ministerial and Executive Staff of KSEB 3 papers. Account Test for Executive Officers 2 papers. Account Test Higher 4 papers. Account Test Higher 5 papers for those working in Public Works Department. Account Test Higher 4 papers for those working in KSEB. Kerala PWD Test 2 papers. Department Test for the Ministerial Staff of the KSEB 5 papers. Department Test for Executive Staff of KSEB 4 papers. The Kerala Municipal Test 3 papers. Municipal Department Test 1 paper. Local Fund Audit Department Test Higher 3 papers. Local Fund Audit Department Test Lower 2 papers. Kerala State Probation Test 4 papers. Test for Kerala Police Manual. Test for Manual of Office Procedure Police. Department Test for the Ministerial Staff of the Vigilance Division 2 papers. Forced Test for Executive and Controlling Staff 3 papers. Forced Test for Clerical and Protective Staff. Kerala State Officers Test 4 papers. Kerala Jail Subordinate Officers Test 2 papers. Kerala Cooperative Test 2 papers. Canal Rules Test 1 paper.
Agricultural income tax and sales tax test 3 papers. Civil judicial test 2 papers. Only bare acts will be allowed. Criminal judicial test 2 papers. Panchayat test 4 papers. Department test for employment exchange procedure 2 papers. Kerala registration test 4 papers. Department test on laws relating to motor vehicles for the members of Kerala. Transport subordinate service and ministerial staff of the motor vehicles department 2 papers. Second class language test in Malayalam for those who have not studied Malayalam for SSLC or its equivalent. Department test in Code of Criminal Procedure and the Kerala Manual of Office Procedure. Handbook of SC Development Department test on paper. Test in Kerala Education Act and rules on paper. Labor Department test 3 papers. Animal Husbandry Department test 1 paper. Excise test part A and B 3 papers. The Kerala Port Department test 1 paper with books. Second class language test in Malayalam. Minority language test in Malayalam, Tamil and Kannada. Malayalam language test. The Legal Metrology Acts 2009 and Rules test on paper. Department test for assistant electrical inspectors 2 papers. Kerala State Housing Board Act and Rules 1 paper. Department test on Kerala Headload Workers Rules 1 paper. Revenue test 4 papers. Revenue test second paper with books. Revenue test third paper with books. Revenue test 4 paper with books. Second class language test Malayalam. Minority language test